പ്രചരണം അതിൻ്റെ ഏറ്റവും നല്ല പീക്കിലെത്തിയിട്ടുണ്ട്. നാളെ മുതൽ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിത്വം വളരെയധികം ആവേശം നൽകുന്നുണ്ട് UDFന്. കാരണം ഈ വയനാട് വക്രന്തളം വഴിക്കുള്ള വയനാട് ചുരം വടകര നിയോജകമണ്ഡലമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി തൊട്ടയൽവക്കത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആവേശം തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ ഞങ്ങളുടെ ആവേശം വർദ്ധിപ്പിക്കും, ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും. ഏതൊക്കെ രീതിയിലാണ് ഇലക്ഷൻ പ്രചരണങ്ങൾ? കേന്ദ്രത്തിലൊരു സ്റ്റേബിൾ ഗവൺമെൻറ്, ഒരു സെക്യുലർ ഗവൺമെൻറ്, 2 കേരളത്തിലെ അക്രമ രാഷ്ട്രീയം, അതിനെതിരായിട്ടുള്ള വിധിയെഴുത്തും, കേന്ദ്രത്തിലെ സെക്യുലർ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളോടുള്ള വോട്ടഭ്യർത്ഥനയും. അക്രമ രാഷ്ട്രീയത്തിന് ഇഷ്ടപ്പെടാത്ത ജനത UDFനെ സഹായിക്കും, സഹകരിക്കും. ഇത്തവണ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ UDFന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം അവർക്കൊരുപാട് പ്രതീക്ഷകളുടെ ഭാവിയെക്കുറിച്ച്. എന്നാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച അവസ്ഥയായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം അവരാഗ്രഹിക്കുന്നുണ്ട്. അതാണിപ്പോൾ ക്യാമ്പസുകളിലൊക്കെ ചെല്ലുമ്പോൾ പഴയ കാലത്ത് നിന്ന് വളരെ വ്യത്യസ്തമായി കുട്ടികൾ UDFൻ്റെ സ്ഥാനാർത്ഥിയെയും UDFനെയും വരവേൽക്കാൻ വേണ്ടി എല്ലായിടത്തും നല്ല പ്രതികരണങ്ങളുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥികൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം UDFനെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. LDFനും ഒരുപാട് നിശബ്ദ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ UDFന് അനുകൂലമായിട്ട് വരും. വടകരയെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട്? ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരുപാട് വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ വികസനങ്ങൾ പൂർത്തീകരിക്കാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനുമാണ് UDF ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട്. അല്ലേ ഇവിടെ 10:30 പറഞ്ഞത്. Gracias.